ഹായ് ഓൾ. നമ്മളിന്ന് ന്യൂട്രീഷനിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം PSCക്ക് സ്റ്റാഫ് നഴ്സ് എക്സാമിന് ന്യൂട്രീഷനിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ന്യൂട്രീഷൻ നമുക്ക് സിലബസിൽ ഇൻക്ലൂഡായ ഒരു പോർഷനാണ്. ഇനി നമ്മളതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വൈറ്റമിൻസ് നമുക്ക് തന്നെ അറിയാം. വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ A, B, C, D, E ആൻഡ് K ആണ്. അതിൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മൾ അഡക് എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അഡക് എന്ന് ഓർത്തിരുന്നാൽ മതി. വൈറ്റമിൻ A, D, E ആൻഡ് K ഇത്രയാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൽ വരുന്നത്. റിമൈനിങ് Bയും Cയും ആണ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. അപ്പോൾ കുറേ ഈ വൈറ്റമിൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് ഫാറ്റ് സോലുബിൾ, ഏതാണ് വാട്ടർ സോലുബിൾ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വൈറ്റമിൻ B, ഇപ്പോൾ നമ്മൾ വൈറ്റമിൻ അടക്കം ഉണ്ട്, Bയും Cയും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വൈറ്റമിൻ B തന്നെ വിവിധ രൂപത്തിലുണ്ട്. വൈറ്റമിൻ B1, B2, B3, B5, B6, B7, B9, B12. അപ്പോൾ നിങ്ങളിത് ഓർക്കാൻ വേണ്ടി B1 മുതൽ B9 വരെ കണ്ടിന്യൂസ്ലി ഉണ്ട്. അതിൽ 4 വെട്ടും ഇല്ല. അതായത് 1, 2, 3, 4 ഇല്ല, 5, 6, 7, 8 ഇല്ല, പിന്നെ 9 ഉണ്ട്. 9 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വൈറ്റമിൻ B12. അപ്പം അങ്ങനെ ഓർത്തിരുന്നാൽ മതി. B1 മുതൽ B9 വരെ ഉണ്ട്, പിന്നെ ഉള്ളത് B12. B1 to 9 4ഉം 8ഉം ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം, നമ്മൾ ഈ വൈറ്റമിൻസിന് സയൻറ്റിഫിക് നെയിംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം തന്നിട്ട് ഏത് വൈറ്റമിൻ എന്ന് ചോദിക്കാം. വൈറ്റമിൻ്റെ പേര് തന്നിട്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിമും ചോദിക്കാം. അതുപോലെ തന്നെ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി പറയുമ്പോൾ ഒന്നുകിൽ സയൻറ്റിഫിക് നെയിം വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ വെച്ചിട്ടായിരിക്കും ചോദിക്കുക. അപ്പം നമ്മൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ സയൻറ്റിഫിക് നെയിമും കൂടി പഠിക്കുക. വൈറ്റമിൻ B1ൻ്റെ സയൻറ്റിഫിക് നെയിം തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 കൊബാലാമിൻ. ഓക്കെ, ഇത് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കോഡ്, അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടൊരു കോഡ് തയ്യാറാക്കുക. ആ കോഡ് അനുസരിച്ച് ഓർഡറിനെ പഠിച്ചാൽ നമുക്കറിയാം. B1, 2, 3, 4 ഇല്ല, 5, 6, 7, 8 ഇല്ല, 9, 12. ഇതാണ് നമ്മുടെ ഓർഡർ. ആ ഓർഡർ നമുക്കറിയാം. അപ്പം നമ്മൾ ഈ സയൻറ്റിഫിക് നെയിമും കൂടെ ആ ഓർഡറിൽ ഒരു കോഡ് ഭാഷയിൽ പഠിച്ചാൽ നമുക്ക് തിരിഞ്ഞു പോവില്ല. സമയത്ത് നമുക്ക് B3 ഏതാണ്, B6 ഏതാണെന്ന് പെട്ടെന്ന് ഓർക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു കോഡ് ആക്കി പഠിക്കുക. TRN, PP, BFC എന്നും പറഞ്ഞിട്ട് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിലൊരു കോഡ് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് അത് ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ TRN, ഞാനൊരു കോഡ്, ഒരു എക്സാമ്പിൾ പറയാം. TRN എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനെ വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമുക്കൊരു കുഞ്ഞിൻ്റെ കാര്യം പറയാം. ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെമ്പറേച്ചറും റെസ്പിറേഷനും നോക്കി, പനി പിടിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാം, ടെമ്പറേച്ചറും റെസ്പിറേഷനും നോക്കി TRN, പനി പിടിച്ചെന്ന് പറഞ്ഞു PP, ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ പറഞ്ഞു BFC. അപ്പോൾ ഈ ഒരു കോഡ് വൈറ്റമിനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. തൈമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, പാൻറ്റോതെനിക് ആസിഡ്, പിരിഡോക്സിൻ, ബയോട്ടിൻ, ഫോളിക് ആസിഡ്, കൊബാലാമിൻ. അതായത് വൈറ്റമിൻ B1, B2, B3, ഓക്കെ, B3 നിയാസിൻ, B3, B4 ഇല്ല, PP എന്ന് പറയുമ്പോൾ B5ഉം B6ഉം, അതിൽ ഏത് P ആണ് ആദ്യം വരുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ ബയോട്ടിൻ, അതായത് B6 കഴിഞ്ഞ് B7, B8 ഇല്ല, B9 ഫോളിക് ആസിഡ്, B12 കൊബാലാമിൻ. അപ്പം ഇങ്ങനെ, ഇപ്പോൾ ഈ ഷോർട്ട് കോഡ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് റിമൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോഡ് ഉണ്ടാക്കി പഠിക്കാം. കുറേ സംഭവമൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് കോഡ്സ് ഉണ്ട്. അങ്ങനെ ഇല്ലാത്തതിന് നിങ്ങൾ ഇങ്ങനെ റിലേറ്റീവ് ആയിട്ടൊരു സ്റ്റോറി പോലെ ഒരു കോഡ് ഉണ്ടാക്കി വെച്ചാൽ ഓർക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അതാണ് വൈറ്റമിൻ B. ഇനി നമുക്ക് വൈറ്റമിൻ Cയും Dയും Eയും Kയും കൂടിയുണ്ട്. വൈറ്റമിൻ Cയുടെ നെയിം എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ്. അപ്പം വൈറ്റമിൻ Cയുടെ ഡെഫിഷ്യൻസിയുടെ സ്ഥാനത്ത് അസ്കോർബിക് ആസിഡ് ഡെഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം അത് വൈറ്റമിൻ C ആണെന്ന്. വൈറ്റമിൻ C is ascorbic acid, vitamin D calciferol, vitamin E tocopherol, and vitamin K phytonadione. C ascorbic acid, D calciferol, E tocopherol, and K phytonadione. ഇത്രയാണ് വൈറ്റമിൻസും അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഓക്കെ, ഇനി നമ്മൾ മറക്കില്ലല്ലോ, അഡക് ഫാറ്റ് സോളുബിൾ,
വാട്ടർ സോലുബിൾ എന്ന് പറയുമ്പോൾ ബിയും സിയും, പിന്നെ ബിയുടെ ഡിഫറെൻറ്റ് നെയിംസും അതിൻ്റെ സയൻറ്റിഫിക് നെയിംസും. ഇനി നമുക്ക് PSCയിൽ വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് റിപ്പീറ്റ് ആയിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രോ വൈറ്റമിൻ എ ഈസ് ദ അതർ നെയിം ഗിവൺ ടു ദ ആൻസർ ഈസ് കരോട്ടിനോയിഡ്. Provitamin A is the other name given to carotenoids. Which is anti-infective vitamin? The answer is vitamin A. Next is xerophthalmia is due to the deficiency of vitamin A. Next, which of the following nutrient is most important for healthy vision? വിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന vitamin A ആണ്. Which of the following is the richest source of vitamin A? ഇതൊക്കെ PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിഷ് ലിവർ ഓയിൽ. A deficiency of thiamine produces the disease known as. ഇപ്പം നമ്മൾ വൈറ്റമിൻ എയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ വൈറ്റമിൻ ബിയിലോട്ട് കയറി. തൈമിൻ എന്ന് പറയുന്നത് നമുക്കറിയാം. തൈമിൻ ഏത് വൈറ്റമിൻ ആണെന്ന് നിങ്ങൾ ഓർക്കുക. TRN നമ്മൾ തുടങ്ങി. അപ്പം T എന്ന് പറയുന്നത് തൈമിൻ. അപ്പോൾ വൈറ്റമിൻ B1. ദ ഡെഫിഷ്യൻസി ഓഫ് തൈമിൻ പ്രൊഡ്യൂസസ് ഡിസീസ് നോൺ ആസ് ബെറിബറി. അപ്പോൾ ഈ സ്ഥാനത്ത് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ സ്ഥാനത്ത് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1 പ്രൊഡ്യൂസസ് ഡിസീസ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും ആൻസർ ബെറിബെറിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സയൻറ്റിഫിക് നെയിം കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പേര് മാറ്റി ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, ആൻസർ ബെറിബെറി. ദെൻ വിച്ച് ഓഫ് ദീസ് ഈസ് എ സിംറ്റം ഓഫ് വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി? മൗത്ത് അൾസർ. B2 ആണ്. അതായത് B2 എന്ന് പറയുമ്പോൾ TRN റൈബോഫ്ലാവിൻ. ഓക്കെ, ഡെഫിഷ്യൻസി മൗത്ത് അൾസർ. ദെൻ ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി സെയിം വൈറ്റമിൻ B2, ദാറ്റ് ഈസ് റൈബോഫ്ലാവിൻ. ബ്ലാക്ക് ടങ് ഈസ് ട്രീറ്റഡ് വിത്ത് വൈറ്റമിൻ B3. ചിലപ്പം ഓപ്ഷനിൽ നിയാസിൻ എന്നായിരിക്കും. സോ ദ ആൻസർ ഈസ് വൈറ്റമിൻ B3 ഓർ നിയാസിൻ. ബ്ലാക്ക് ടങ് ഈസ് ട്രീറ്റഡ് വിത്ത് വൈറ്റമിൻ B3. ദെൻ മൈസ് ഈറ്റേഴ്സ് ഡിസീസ് ഈസ് പെല്ലഗ്ര. ഡെഫിഷ്യൻസി ഓഫ് നിയാസിൻ കോസസ് പെല്ലഗ്ര. വിച്ച് ഓഫ് ദ following is needed to prevent a birth defect called spina bifida folate. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നന്റ് ലേഡീസിന് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ഫോളിക് ആസിഡ് കൊടുക്കും. ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്ലോർഹൈഡ്രിയ ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് നിയാസിൻ. ഓക്കെ, പെല്ലഗ്രിയും അക്ലോർഹൈഡ്രിയ ഒക്കെ നിയാസിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. ഹെക്സ്യൂറോണിക് ആസിഡ് ഈസ് ദ നെയിം ഗിവൺ ടു vitamin C. Hexuronic acid is the name given to vitamin C. Vitamin C നമ്മൾ മറ്റൊരു പേര് പറയും ascorbic acid എന്നും പറയും. Which of the following is needed for healthy immune system and strong connective tissue? Answer vitamin C. Craniotypes and bleeding of drips are caused due to the deficiency of നമുക്കറിയാം ബോൺസുമായിട്ട് ബന്ധപ്പെട്ടത് വരുന്നത് vitamin D ആണ്. The necessary vitamin essential for the absorption of calcium, vitamin D. Sunshine vitamin is vitamin D. The deficiency of vitamin E can lead to hemolytic anemia. Most preferred energy source for body, carbohydrate. നമുക്കറിയാം നമ്മുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ആണ്. കാർബോഹൈഡ്രേറ്റ് ബോഡിക്ക് നൽകുന്നത് 4 കിലോ കലോറി, പ്രോട്ടീൻ 4 കിലോ കലോറി ആൻഡ് ദ ഫാറ്റ് ഇസ് 9 കിലോ കലോറി. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, എത്ര കിലോ കലോറി എന്നുള്ളത്. അതിൽ പ്രിഫേർഡ് ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, these are the previous questions related to vitamins. ഇതിൽ നമ്മൾ ആ സയൻറ്റിഫിക് നെയിംസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഡയറക്റ്റ് ഇങ്ങനെ വൈറ്റമിൻ സി വൈറ്റമിൻ ബി എന്ന ഓപ്ഷൻ വരാതെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം വെച്ചും ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് സയൻറ്റിഫിക് നെയിമും കൂടി പഠിക്കാം. ഓക്കെ, ഇത്രയാണ് വൈറ്റമിൻസിനെ കുറിച്ച് ഉള്ളത്. ഓക്കെ, താങ്ക് യു.